വൈകിട്ടത്തെ എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ 2 പ്രൊമോ കൂടി ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. സീസൺ തുടങ്ങി 50 ദിവസങ്ങൾ പിന്നിടുന്നു. അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 പകുതി കഴിയുകയാണ്. അതുകൊണ്ട് സ്വയം ഒന്ന് വിലയിരുത്തണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലാലേട്ടൻ വരുന്നത്. തുടർന്ന് കാണുന്നത് ആര്യന്റെ വിലയിരുത്തലാണ്. ശൈത്യ തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചുപോയി ലാലേട്ട, അതിലെനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് എന്നാ പറയുന്നത്. ശരിക്കും സ്വയം ഒരു വിലയിരുത്തലിനുള്ള അവസരം കൊടുത്തപ്പോഴാണ് ഈ സത്യം പുറത്തു പറയുന്നത്. അതിനു മുമ്പ് ശൈത്യ പറഞ്ഞ കഥയോടുള്ള ബന്ധത്തിലല്ല ഞാൻ ചിരിച്ചത്. അത് ഞാൻ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ മഡ്പിറ്റിലെ കളി, അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത് എന്നൊക്കെയായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടായിരുന്നത്. ചിരിച്ചത് എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും അത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് അവരുടെ മുൻപിൽ വെച്ചൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അത് കേട്ടിട്ട് ശൈത്യ പുറത്തു പോകുമായിരുന്നു. അതിനുള്ളൊരവസരം ശൈത്യക്ക് കൊടുത്തില്ല. അതുമാത്രവുമല്ല, ശൈത്യ തന്നെ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു ആര്യൻ അങ്ങനെ ചെയ്തതിൽ എനിക്ക് പ്രത്യേകിച്ച് സങ്കടവും ദുഃഖവും ഒന്നും തോന്നുന്നില്ല എന്ന്. പക്ഷേ ആ വീട്ടിലുള്ള പല ആൾക്കാരെയും അത് അലോസരപ്പെടുത്തി അഭിലാഷും മുന്നിലുമൊക്കെ അവിടെ സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ എത്ര ഭയങ്കരമായിരുന്നു. ശൈത്യക്ക് വേണ്ടി അഭിലാഷും മുന്നിലുമൊക്കെ ആര്യനോട് വലിയ രീതിയിൽ തല്ലുകൂടുമ്പോൾ ശൈത്യ അതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഒടുവിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല എന്ന്. അത് കേട്ടപ്പോഴേക്കും ഒനിലും അഭിലാഷും ശശിയായതും നമ്മൾ കണ്ടതാണ്. എന്തായാലും സീസൺ പാതിയായപ്പോഴാണ് ആര്യന് ആ സംഭവിച്ചതിലൊക്കെ വലിയ വിഷമമുണ്ട് എന്നുള്ള ആ കൺഫസിങ് പുറത്തു വരുന്നത്. അടുത്തത് ബിന്നിയുടെ ഏറ്റുപറച്ചിലാണ്. നീ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവളാണ്, നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈം എന്നെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ ഞാൻ വിലയിരുത്തണമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ താൻ സമ്മതിക്കുകയാണ്, കുത്തിത്തിരിപ്പ് താൻ നടത്തിയിട്ടുണ്ട്, അതിനകത്ത് തനിക്ക് ഖേദമുണ്ടെന്ന്. പക്ഷെ ഇപ്പോഴും കുത്തിത്തിരിപ്പിന് കുറവൊന്നുമില്ല. അടുത്തത് ഷാനവാസിന്റെ സംസാരമാണ്. എന്റെ സുഹൃത്ത് നെവിനുമായിട്ടുള്ള പ്രശ്നം, അതിൽ ഞാൻ ഖേദിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് പ്രേക്ഷകരാണെന്ന് തോന്നുന്നു ഉച്ചത്തിൽ കൈയടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. വേറെ ആരോടുമല്ല, ഷാനവാസിക്കായോട് തന്നെയാണ്. അതായത് ഈ പുനർവിചിന്തനം നടത്തുകയാണ്, സ്വയം വിലയിരുത്തലാണ്. അപ്പോൾ തന്റെ ഭാഗത്തും തെറ്റുപറ്റി എന്നുള്ളതാണ് ഇവിടെ നെവിനും ഏറ്റുപറയുന്നത്. അടുത്തത് എന്തോ വിലയിരുത്തൽ നടത്തുവാൻ വേണ്ടി സാബുമാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സാബുമാനെ കണ്ടപ്പോഴേക്കും ലാലേട്ടൻ ഹായ് എപ്പോ വന്നു എന്ന് ചോദിച്ച് നല്ല ഒന്നാന്തരം ഒരു കൊട്ട് കൊടുക്കുകയാണ്. എല്ലാ ആഴ്ചയിലും ഇത് ഉള്ളതാണ്, ഇപ്പോൾ ദേ വീണ്ടും. പക്ഷേ പുള്ളിക്ക് യാതൊരു നാണവുമില്ല. പുള്ളി ഈ അവസ്ഥയിൽ തന്നെ തുടർന്നു പോകും. 100 ദിവസം എങ്ങനെയെങ്കിലും അവിടെ നിന്നാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ആരോടും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഒരു സൈഡിൽ കൂടി അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ 72 ക്യാമറയുടെ മുൻപിൽ പെടാതെ നടക്കുന്നു എന്ന് രേണു സുധിയോട് ചോദിച്ചതുപോലെ ഇപ്പോ സാബുമാനോടും ചോദിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. തുടർന്ന് 50-ാം ദിവസം ഒന്ന് ആഘോഷിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കലാപരിപാടികളിലേക്ക് കടക്കുകയാണ്. 2 ടീമായിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് കഥാപ്രസംഗം നടത്തുന്നതാണ് കാണുന്നത്. അനീഷാണ് മാന്യ മഹാജനങ്ങൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. തുടർന്ന് സ്വന്തം ടീമിൽ തന്നെയുള്ള അനുമോളെ ഒനിൽ ട്രോളുന്ന കാഴ്ചയാണ് കാണുന്നത്. കുലസ്ത്രീകൾക്കിടയിൽ 916 ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയായ അനുമോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒനിൽ തുടങ്ങുന്നത്. അതിനുശേഷം സാബുമോന്റെ ചില ഗോഷ്ടികളാണ് കാണുന്നത്. അതിനോട് ചേർന്നു വരുന്ന ശബ്ദം ഇങ്ങനെയാണ്, ഉത്തരത്തിൽ ചത്തിരിക്കും, ചത്താലും ചിരിച്ചിരിക്കും, കിലുകിലുക്കും സാബുമാൻ. അതിനുശേഷം എതിർ ടീം അക്ബറും ടീമും അവരുടെ കഥാപ്രസംഗമാണ് അരങ്ങേറുന്നത്. അവിടെ കാണുന്നത് അക്ബറിന്റെ പാട്ടാണ്. നിലപാടില്ല, വെളിപാടില്ല, കണകുണ പറയും ചാപ്പിനി ഷാനവാസ്. ഈ പരിപാടികളെല്ലാം കണ്ട് ആസ്വദിച്ചൊടുവിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്. അപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ വലിയ ആഘോഷം നടക്കുകയാണ് 50-ാം ദിവസത്തോടുള്ള ബന്ധത്തിൽ. അതിനോടുള്ള ബന്ധത്തിലുണ്ടായ സമ്മിശ്ര പ്രതികരണങ്ങളുടെ ആ നേർക്കാഴ്ചയാണ് ഈ 2 പ്രൊമോയിൽ കൂടി അല്പാൽപമായി ഇപ്പോൾ ബിഗ് ബോസ് കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ പുറത്തു നിൽക്കുന്ന നമുക്കോ ഉള്ള കാര്യം തുറന്നു പറയാം, സത്യത്തിൽ വല്ലാത്ത നിരാശയാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിലും എന്റർടൈൻമെന്റ് ഫാക്ടർ വളരെ കുറവായിരുന്നു. ബുദ്ധിപരമായി ടാസ്ക് ചെയ്ത് പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യിക്കുന്നവരും ഇല്ലായിരുന്നു. എന്നാൽ സീസൺ 7 ആരംഭിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പ്രൊമോകൾ ഓരോന്ന് വരുവാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ പ്രതീക്ഷ സത്യത്തിൽ വാനോളം ഉയർന്നുപോയി. കാരണം അത്തരത്തിലുള്ള കിടിലൻ പ്രൊമോകളായിരുന്നു ഏഷ്യാനെറ്റ് പുറത്തുവിട്ടുകൊണ്ടായിരുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ആ പ്രൊമോയ്ക്ക് അനുസരിച്ച് പെർഫോം ചെയ്യാൻ കഴിയുന്ന നല്ല ഒന്നാന്തരം കണ്ടസ്റ്റൻസിനെയൊക്കെ സെലക്ട് ചെയ്ത് അവർക്ക് നല്ല ടാസ്കുകളൊക്കെ കൊടുത്ത് ഈ സീസൺ പൊളിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നെഗറ്റീവ് കണ്ടന്റുകൾ മാത്രം ഉണ്ടാക്കുന്ന, ടാസ്ക് നേരെ ചൊവ്വെ മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത, തമ്മിൽ യാതൊരു മമതയുമില്ലാതെ നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെ ഏത് നിമിഷവും തല്ലുകൂടാൻ മാത്രം അറിയുന്ന ഒരു കൂട്ടം ആൾക്കാരെ കണ്ടപ്പോൾ ശരിക്കും നിരാശ തോന്നി. സീസൺ തുടങ്ങുന്നതിന് മുൻപ് വന്ന പ്രൊമോകളിലൊക്കെ ലാലേട്ടൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഈ സീസൺ 7ന്റെ പണിയാണ്, കാർഡുകളൊക്കെ കീറിക്കളയും എന്നുള്ളതായിരുന്നു. എന്നാൽ ഏത് കാർഡൊക്കെയാണോ കീറും എന്ന് വിളിച്ചു പറഞ്ഞത് അതേ കാർഡ് തന്നെ തുടക്കത്തിലേ അടിച്ച് വളരെ മനോഹരമായ രീതിയിൽ പല ആൾക്കാരും മാന്യമായിട്ട് സ്കോർ ചെയ്തു.
പുറത്ത് PR വർക്കേഴ്സും ഇത്തരം ചില കാർഡുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100 ദിവസം അവിടെ നിൽക്കുവാനും വേണ്ടി വന്നാൽ കപ്പടിക്കുവാനും കഴിയും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ചില ആൾക്കാർ ഈ സീസണിൽ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഫാൻ ബേസിൽ മുൻനിരയിൽ നിൽക്കുന്ന പല ആൾക്കാരും കാര്യമായി ടാസ്കുകളിൽ പോലും പെർഫോം ചെയ്യുന്നില്ല. പലയിടങ്ങളിലും തോറ്റു തൊപ്പിയിടുകയാണ്. പക്ഷേ അവരൊക്കെ മുൻനിരയിൽ നിൽക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് നിരാശ കൂടുന്നത്. പിന്നെ മത്സരാർത്ഥികളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, ബിഗ് ബോസിനെ കുറിച്ചും പറയണം. ഇതുപോലെ ബോറൻ ടാസ്കുകൾ കൊടുത്ത ഒരു സീസൺ വേറെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നല്ലൊരു ഫിസിക്കൽ ടാസ്ക്, ബുദ്ധിപരമായി കളിച്ചു മുന്നേറേണ്ട നല്ലൊരു ടാസ്ക് ഈ 50 ദിവസത്തിനിടയിൽ ഇതുവരെയും ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ചില ടാസ്കുകളൊക്കെ കണ്ടപ്പോൾ നഴ്സറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ടാസ്ക് ആണല്ലോ ഇതെന്ന് പോലും തോന്നിപ്പോയി. 1, 2, 3 ടാസ്ക് ഒന്നുമല്ല ഇത്തരത്തിൽ ബാലിശമായി പോയത്. സൂപ്പർ പവറുകൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ടാസ്ക് വരാൻ പോകുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് തൊട്ടു മുൻപിൽ ഇരിക്കുന്ന മത്സരാർത്ഥിയുടെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയിൽ കൈപിടിച്ചിട്ട് ബസർ ശബ്ദം കേൾക്കുകയും ആ ക്യാപ്പ് വലിച്ചൂരി അടുത്തിരിക്കുന്ന കുളത്തിൽ തൂക്കുന്നു. എത്ര മനോഹരമായ ടാസ്കാണ്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ചെന്നൈ എയർപോർട്ടിൽ നിന്നും തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ എയർപോർട്ടുകളിലേക്ക് വിമാനം പറത്തുന്ന പൈലറ്റിനെ വരെ ബിഗ് ബോസ് നമ്മുടെ മുൻപിൽ കാണിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പറ, ഇത് കിൻഡർ ഗാർട്ടൻ സിലബസ് അല്ലേ? ഇത് LKG-കാരൻ്റെയും UKG-കാരൻ്റെയും വിമാനം പറപ്പിക്കൽ കളിയായിരുന്നില്ലേ? ഇങ്ങനെയുള്ള ടാസ്കുകളുമൊക്കെ ആയിട്ട് ബിഗ് ബോസ് അവതരിക്കുമ്പോൾ സത്യത്തിൽ മത്സരാർത്ഥികളെ മാത്രം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഈ സീസൺ 50 ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ചിത്രം, നിലവിൽ അനീഷ്, ഷാനവാസ്, അനുമോള്, അക്ബർ, ലക്ഷ്മി, നൂറ ഇവർക്കൊക്കെയാണ് കൂടുതൽ ഫാൻസ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞപക്ഷം ഇവരിൽ 3 പേരെങ്കിലും ഫൈനൽ 5-ൽ എത്തും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ ഈ സീസൺ കഴിഞ്ഞ് നമ്മൾ ഇതിനെ മൊത്തത്തിലൊന്ന് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയുവാൻ കഴിയുക? സംശയമില്ല, കഴിഞ്ഞ സീസൺ വളരെ മോശമായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അർഹതയില്ലാത്ത ജിൻഡോ എന്ന് പറയുന്ന ഒരാൾക്ക് കപ്പെടുത്ത് കൊടുത്തു വിട്ടു എന്ന് ഇപ്പോൾ പരക്കെ എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഉറപ്പിച്ച് ഞാൻ പറയാം, 6ാം സീസണേക്കാൾ മോശമായിരുന്നു 7ാം സീസൺ എന്ന് ജനങ്ങൾ തീർച്ചയായിട്ടും പറയും ഈ പോക്കാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ. വാസ്തവത്തിൽ എന്താണ് ഈ സീസണ് സംഭവിച്ചിരിക്കുന്നത്? 25ഓളം കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്നതിൽ ഒരാൾ പോലും ഒരു നല്ല ഗെയിമർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ ബിഗ് ബോസിനാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. എന്തു മാനദണ്ഡത്തിലാണ് ഈ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് ഒരു സീസണിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മലയാളം ബിഗ് ബോസിലേക്ക് എത്തുവാനുള്ള യോഗ്യത ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളത് മാത്രമാണ്. അതെ, സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ തരംഗമായി മാറുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് മലയാളം ബിഗ് ബോസിൽ എത്തുവാനുള്ള സാധ്യതയുണ്ട്. ക്യാമറയുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത് പോലെയൊന്നും ബിഗ് ബോസിനുള്ളിൽ കയറിയതിനു ശേഷം അവർക്ക് ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളതൊക്കെ പല തരത്തിൽ പരീക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ പരീക്ഷയിൽ പരാജയപ്പെടുന്ന ആൾക്കാരെ പുറത്തു കളഞ്ഞിട്ട് വിജയിക്കുന്ന ആൾക്കാരെയായിരുന്നു ഇതിനകത്തേക്ക് കയറ്റിവിടേണ്ടത്. ഇവിടെ എൻ്റെ മനസ്സിൽ വന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കുകയും ചെയ്യാം. ഒരു ക്യാമറയുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും, പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളും അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 ചുവരുകൾക്കുള്ളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത് കാണുവാൻ ആരുമില്ല. ക്യാമറ മാത്രം ഓൺ ചെയ്തു വെച്ചിരിക്കുകയാണ്. അവർക്കവിടെ സഭാകമ്പത്തിന്റെ ആവശ്യമില്ല, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. ആ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് തെറ്റുകൾ വന്നാൽ ആവർത്തിച്ച് അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അത് പുറത്തുവിടാം. ഇതൊക്കെയാണ് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ സൂപ്പർ വീഡിയോസ് ആണ്. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ലൈക്കും ഷെയറും എല്ലാം വന്നിട്ട് സബ്സ്ക്രൈബ് കൗണ്ട് കൂടുന്നു. അങ്ങനെ ഈ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായി മാറുന്നു. പക്ഷേ ഈ ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് വാചകമടിക്കുന്ന ഇവരെ 10 ആൾക്കാരുടെ മുൻപിലേക്കൊന്ന് പിടിച്ചു നിർത്തി നോക്ക്. ഒരു കാര്യവും ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം ജനത്തെ ഫേസ് ചെയ്ത് ശീലിച്ചിട്ടില്ല അവർ. ക്യാമറയുടെ മുമ്പിൽ നന്നായി മേക്കപ്പ് ഇട്ട് വന്ന് മനസ്സിലുള്ളതും പഠിച്ചു വെച്ചിരിക്കുന്നതുമായ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഒരു സമൂഹത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനും കൃത്യമായിട്ട് ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുവാനും ഒരു നല്ല ഡിബേറ്റ് ചെയ്യുവാനും പോലും ഇതുങ്ങൾക്കൊന്നും ശരിക്കും അറിയില്ല. അതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വലിച്ചു നീട്ടാത്ത കാര്യം പറയാം, കാര്യമായിട്ടുള്ള ജനറൽ നോളജ് പോലും ഈ ബിഗ് ബോസിൽ കയറിയിരിക്കുന്ന പല ആൾക്കാർക്കും ഇല്ല എന്നുള്ളതാണ് ഒരു പച്ച പരമാർത്ഥം. ഇല്ല എങ്കിൽ തൃശൂർ ജില്ലയുടെ ശില്പി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നൊക്കെ പറയുവാൻ എങ്ങനെയാണ് കഴിയുക? എന്തായാലും അത്രയുമൊക്കെ തട്ടിവിടുവാനുള്ള തൊലിക്കെട്ടി അത് അപാരമാണ്. അങ്ങനെ തൊലിക്കെട്ടി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലല്ല അവർ വരേണ്ടത്, അതുക്കും മേലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് അവരെ എത്തിക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 50 ദിവസം പിന്നിടുമ്പോൾ പ്രേക്ഷക ഹൃദയങ്ങളെ മുഴുവനും നിരാശയിലാഴ്ത്തുന്ന ഒരു കൂട്ടം കണ്ടസ്റ്റൻസ് ആണ് അതിനകത്ത് ഉഴവടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാജിക്കുകൾ നടക്കണം ഈ സീസൺ ഒന്ന് രക്ഷപ്പെട്ട് കയറി വരുവാൻ.